വാർത്തകൾ വിശദമായി നോക്കാം. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. കുൽഗാം വനമേഖലയിൽ ഒളിച്ചിരുന്ന 4 ഭീകരരുമായാണ് സുരക്ഷാ സേന ഏറ്റുമുട്ടിയത്. പൽഗാം ആക്രമണം നടത്തിയവരാണ് ഇവരെന്ന് സൂചനയുണ്ട്. അതേസമയം ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം രാവിലെ ചേരും. ഇപ്പോൾ പൽഗാമിൽ നിന്നും വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്, രാവിലെ തന്നെ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഭീകരരുമായി ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് കുൽഗാം മേഖലയിൽ. ഈ ഭീകരർ ഒളിച്ചിരിക്കുന്ന സമയത്തേക്ക് അവിടെ സേന എത്തുകയായിരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അതിനുമുമ്പേ സുരക്ഷാ സേനക്ക് വളരെ വലിയ ഒരു നേട്ടം എന്ന് തന്നെ പറയാം. പൽഗാം കൂട്ടക്കൊലക്ക് അതിന് കാരണക്കാരെന്ന് കരുതപ്പെടുന്ന 4 ഭീകരർ, അതിൽ 2 പേർ പാകിസ്ഥാനികളാണ്, 2 പേർ കാശ്മീരികൾ ലഷ്കർ-e തോയ്ബയാണ്. ഇവരെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 4 തവണ സുരക്ഷാ സേനയുടെ മുന്നിൽ അകപ്പെട്ടിരുന്നു തീവ്രവാദികൾ. ഇതിൽ വളരെ ഒരു തവണ കാരണം ഇന്നലെ കുൽഗാം അതിർത്തിയിൽ വെച്ച്, ഫോറസ്റ്റ് അതിർത്തിയിൽ വെച്ച് സുരക്ഷാ സേന വളരെപ്പോൾ വെടിവെച്ച സുരക്ഷാ സേനക്കെതിരെ ഉതിർത്താണ് ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. കൈ എത്താം അകലത്തില് ഭീകരരുണ്ടെന്നാണ് സുരക്ഷാ സേന പറയുന്നത്. ഇവരെ ജീവനോടെ പിടിക്കുക എന്നതാണ് സുരക്ഷാ സേനയുടെ ലക്ഷ്യം. എന്നാൽ മാത്രമേ പാകിസ്ഥാനിലേക്കുള്ള ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ആരാണ് അവരെ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചത്, ആരാണ് ഇതിന് നിയന്ത്രണം വെച്ചത്, ഇതുകൊണ്ട് തന്നെയാണ് സുരക്ഷാ സേന ഇവരെ വളഞ്ഞു പിടിക്കാനുള്ള അവസരം നോക്കുന്നത്. 4 തവണ സുരക്ഷാ സേനയുടെ മുന്നിലകപ്പെട്ട ഭീകരർ 3 തവണയും കടുത്ത മലനിരകളിലേക്ക് ഓടി പറയുകയായിരുന്നു. ഏതായാലും ആദ്യം ഇവരെ കണ്ടെത്തിയത് അനന്തനാഗിലുള്ള ഹാപ്പർ വാലി ഫോറസ്റ്റിലാണ്. അതിനുശേഷം കിൽക്കഞ്ച, അതിനുശേഷം പിർപ്പരാഗഞ്ച് മലനിരകളിൽ, ഇപ്പോഴാണ് കുൽഗാമിലെത്തി. അതായത് ഇതൊക്കെ 30 കിലോമീറ്റർ ചുറ്റളവിൽ പൽഗാമിന്റെ ചുറ്റളവിലുള്ള മലനിരകളിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ പറ്റും. അനന്തനാഗ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് തീവ്രവാദികൾ പൽഗാമിലേക്ക് എത്തിയത്. ഈ തീവ്രവാദികൾ ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം കുൽഗാമിലാണ്, കുൽഗാം ഫോറസ്റ്റിലാണ്. അതുകൊണ്ട് കുൽഗാം ഫോറസ്റ്റിൽ ഇപ്പോൾ തന്നെ സുരക്ഷകൾ ഇന്നലെ രാത്രി തന്നെ പൂർണ്ണമായി കുൽഗാം വനമേഖല വളഞ്ഞിരിക്കുന്നു. ഏതായാലും യന്ത്രത്തോക്കുകൾ അടക്കമുള്ള നിരവധി മാഗസിൻ കയ്യിലുള്ള ഭീകരർക്ക് വളരെ വേഗത്തിൽ പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഈ ആയുധങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ജീവനോടെ പിടിക്കുക എന്നതാണ് സുരക്ഷാ സേനക്ക് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഈ 4 ഭീകരരും സുരക്ഷാ സേനയുടെ കൺവട്ടത്തുണ്ട്, വലയത്തിലുണ്ട്. തലനാരിഴക്കാണ് അവർ ഇന്നലെ രക്ഷപ്പെട്ടത് എന്നാണ് ആർമി വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ വരും മണിക്കൂറുകളിൽ തന്നെ സുരക്ഷാ സേനയുടെ കയ്യിൽ ഇവർ പിടിയിലാകും എന്ന് തന്നെ നമുക്ക് കരുതാം. 4 തവണയാണ് കഴിഞ്ഞ 3 ദിവസത്തിൽ ഈ ഭീകരർ തലനാരിഴക്ക് സുരക്ഷാ സേനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിന്റെ കാരണമെന്ന് ചെകുത്തായ മലനിരകളാണ്. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ മലനിരകൾ കാണിക്കാൻ കഴിയും. ഈ ചുറ്റുമുള്ള മലനിരകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. കനത്ത പൈൻ ഫോറസ്റ്റ് ആണ്, മലയിടുക്കുകളാണ്, വളരെ ഉയർന്ന ചെകുത്തായ കയറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭീകരർ മുകളിലും സുരക്ഷാ സേന താഴെയുമുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആളഭയം ഒഴിവാക്കാൻ വേണ്ടി വളരെ കരുതലോടുകൂടിയാണ് സുരക്ഷാ സേന വളരെ സൂക്ഷ്മമായ പരിശോധന നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ സുരക്ഷാ സേനയുടെ കൂടെ തെരച്ചിലിന്റെ ഭാഗമായിരുന്നു. ഇന്ന് ഒരു മാധ്യമ പ്രവർത്തകരെയും സുരക്ഷാ സേന തെരച്ചിലിന് കൂടെ കൂട്ടുന്നില്ല. തങ്ങൾ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ഏത് സ്ഥലത്തിലേക്കും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഈ മലനിരകൾ കൂടി നേരത്തെ പാകിസ്ഥാനിലേക്ക് കടന്നേക്കാം എന്നൊരു ഭയം സുരക്ഷാ സേനക്കുണ്ടായിരുന്നു, ഈ അക്രമവാദികൾ അല്ലെ തീവ്രവാദികൾ. എന്നാൽ അവർ ഈ മേഖലയിൽ തന്നെയുണ്ട്, പഹൽഗാം മേഖലയിൽ തന്നെയുണ്ട്. അതിന് ചുറ്റുവട്ടുള്ള 40 കിലോമീറ്റർ മലനിരകൾക്കിടയിലുണ്ട്, കാടുകൾക്കിടയിലുണ്ട് എന്ന സൂചനയാണ് 3 തവണ അവരെ നേരിട്ട് കാണുകയും 1 തവണ അവരുമായി ഏറ്റുമുട്ടുകയും ചെയ്ത സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ചെകുത്തായ മലനിരകളിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇവരെ ജീവനോടെ പിടിക്കാൻ കഴിയും എന്നൊരു സൂചനയാണ് ആർമി വൃത്തങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് നൽകുന്നത്. അനൂപ്, ഒപ്പം തന്നെ ശരത് ലാൽ, ഇന്ന് ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു തിരിച്ചടി, കാരണം ഇന്നലെയൊക്കെ അതിർത്തിയിൽ
പാക് പ്രകോപനമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കമാൻഡർമാരുടെ യോഗം ചേരുന്നുമുണ്ട്. തുടർന്നുള്ള നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്നാണ് സൂചന? അനൂപ്, ഇന്ന് 11 മണിക്കാണ് ശ്രീനഗറിലെ ആർമി കോർ കമാൻഡർമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ ആർമി സ്റ്റാഫ് ജനറൽ ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ ഇന്നലെ പ്രതിരോധ മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 4 മണി മുതൽ 5:30 മണി വരെ നീണ്ട് 1.5 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായിരുന്നു ഈ കൂടിക്കാഴ്ച. അതിനുശേഷമാണ് ഈ ശ്രീനഗറിൽ കോർ കമാൻഡർമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് എന്താണ് മുന്നൊരുക്കം നടത്തേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് സംബന്ധിച്ച അതീവ രഹസ്യമായ ചർച്ചയാണ് ഇന്ന് 11 മണിക്ക് ശ്രീനഗറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്കിപ്പോൾ പരിമിതിയുണ്ട്. ഏതായാലും 11 മണിക്ക് കോർ കമാൻഡർമാരുടെ മീറ്റിംഗ് നടക്കും, യോഗം നടക്കും എന്നൊരു അറിയിപ്പ് മാത്രമാണ് ആർമി നൽകിയിരിക്കുന്നത്. അതിൽ കൂടുതൽ നമുക്ക് പറയാനോ അതിൽ കൂടുതൽ കാണിക്കാനോ നമുക്ക് കഴിയില്ല. അത്തരമുള്ള നമുക്കുള്ള നിർദ്ദേശമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്തുനിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുമാനിക്കുന്നത് ഈ അതിർത്തിയിലെ ബങ്കർ മുതൽ അതിർത്തിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ മുതൽ അതിർത്തിയിലെ സൈനിക വിന്യാസം മുതൽ എല്ലാ കാര്യങ്ങളും ചർച്ചയാവും. അതേപോലെ തന്നെ തീവ്രവാദർക്കെതിരെയുള്ള മാപ്പിംഗ് ഓപ്പറേഷൻ, അത് ഇപ്പോഴും നിരവധി തീവ്രവാദികൾ മലനിരകളിൽ തുഴഞ്ഞുകയറി ഒളിച്ചിരിപ്പുണ്ട്. ഇവരെ കൂടി ഉന്മൂലനം ചെയ്യുക, അതിനുവേണ്ടി ശക്തമായ ഒരു നീക്കം നടത്തുക, ഇതൊക്കെയായിരിക്കാം ഈ കോർ കമ്മിറ്റി അല്ലെങ്കിൽ കോർ കമാൻഡർമാരുടെ യോഗത്തിൽ ചർച്ചാ വിഷയമാവുക എന്നാണ് കരുതുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, കൂടുതൽ സൈനികർ ജമ്മു കാശ്മീരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ സുരക്ഷ ജമ്മു കാശ്മീർ ജനങ്ങളുടെ സുരക്ഷ, അതിലുപരി ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക തങ്ങളുടെ കടമയാണെന്ന് സൈന്യം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കോർ കമാൻഡർമാരുടെ യോഗം ശ്രീനഗറിൽ നടക്കുന്നത്. ഇതിൽ ആരൊക്കെ പങ്കെടുക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന കാര്യം നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്കത് ഇന്നത്തെ നിലയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അനൂപ്, ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് രാവിലെ വരുന്ന വാർത്ത. ഒപ്പം തന്നെ ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം രാവിലെ ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ.